ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴവും മുട്ടയും കൊണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. എപ്പോഴും ഒരേ രീതിയിൽ ഉണ്ടാക്കി കഴിക്കുന്നതിനുപരി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണിത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനൊരു മീഡിയം പഴുപ്പുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാനാണ്. നന്നായി പഴുത്ത പഴം ഇതിലേക്ക് എടുക്കരുത്. ഒരു മീഡിയം പഴുപ്പോ അല്ലെങ്കിൽ കുറച്ച് പഴുപ്പൊന്ന് കുറഞ്ഞിരുന്നാലോ കുഴപ്പമില്ല, കൂടി പോവരുത്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/4 കപ്പ് അളവിലുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തു. ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിത് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. മൈദയിൽ ചെയ്യണ്ട എന്നുള്ളവർക്ക് ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേറെ വെള്ളമോ പാലോ ഒന്നും തന്നെ ഒഴിച്ചു കൊടുക്കാതെ ഇത് നന്നായിട്ട് കൈവച്ചൊന്ന് കുഴച്ചെടുക്കാം. എപ്പോഴും ഒരേ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും ഒക്കെ തയ്യാറാക്കുന്നതിനിടയിൽ ഇതുപോലെ ഒരു ഐറ്റം കൂടെ ചെയ്തു കൊടുക്കുക. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്ത ശേഷം പീനട്ട് ബട്ടറിൻ്റെ കൂടെയോ ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ ചോക്ലേറ്റ് സിറപ്പിൻ്റെ കൂടെയൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ആ ഒരു രീതിയിലൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇപ്പോൾ രാവിലെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ, ഫുഡൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് കൊടുത്ത് നോക്കുക, എന്തായാലും അവർ കഴിച്ചിരിക്കും. ഇതുപോലെ തയ്യാറാക്കിയ വൈകിട്ട് സ്നാക്സ് ആയിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് നമുക്ക്. ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ ഇതിനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ബോൾസ് ആക്കി എടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വലിപ്പത്തിലും ആകൃതിയിലും ഷേപ്പിലൊക്കെ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എല്ലാ മാവും ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം കയ്യിലൊന്ന് പ്രസ് ചെയ്തിട്ടാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. ഇനി ഓരോ മാവും നമുക്കെടുത്ത് ഒന്ന് പരത്തിയെടുക്കണം. ഇത് പരത്തിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പൊടി ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഒരു മാവ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് പരത്തിയെടുക്കുക. കട്ടിയില്ലാതെ നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തതിൽ നിന്നും ഒരു മാവ് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം മനസ്സിലാവും. ഇനി ഒരെണ്ണം കൂടെ ഞാനിവിടെ പരത്തി കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഇവിടെ കുറച്ചുകൂടെ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം മാവ് വെച്ച് കൊടുത്ത് ഒന്നുകൂടെ അതിന് മുകളിലേക്ക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിനെ ഞാൻ കറക്റ്റ് ഷേപ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നൊന്നുമില്ല. ആ ഒരു പരത്തിയെടുത്ത പാടെ തന്നെ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് ഷേപ്പായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ എല്ലാം പരത്തി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഒരു മാവ് ഇട്ട് കൊടുക്കാം. ഒരു പാൻ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ മാവ് ഇട്ട് കൊടുത്ത് അതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലിൽ ചുട്ടെടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ബട്ടറിലോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യിലോ ഒക്കെ ചുട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഓരോ പ്രാവശ്യം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ചുട്ടെടുക്കുവാണ്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. എത്ര എണ്ണമാണോ ചുട്ടെടുക്കുന്നത് ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്ത് റെഡിയാക്കി എടുക്കുക. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് അല്ലാന്നുണ്ടെങ്കിൽ ന്യൂട്ടല്ല, അതുപോലെ തന്നെ ചോക്ലേറ്റ് സിറപ്പ്, അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഡിപ്പ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഞാനിവിടെ എല്ലാം ചുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.